ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ബൈബിൾ മാരത്തോണിൽ 4ാമത്തെ തവണ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഈശോ എനിക്ക് നൽകുകയുണ്ടായി. ഈ ബൈബിൾ മാരത്തോണിൽ ജൂലൈ മാസത്തെ ഈ വായനയിൽ എന്നെ പങ്കെടുപ്പിക്കണമെന്ന് 2 മാസം മുൻപ് തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് പരിഗണിച്ചു. എനിക്കൊരു ടൈം സ്ലോട്ട് തന്നു. ഈ ടൈം സ്ലോട്ട് തന്നപ്പോൾ സന്തോഷമായി. ഞാൻ എൻ്റെ പേര് കണ്ടപ്പോൾ അതിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. പിന്നെ പക്ഷേ ഇത് ടൈം സ്ലോട്ട് ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ ഇതിൽ വായിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച എൻ്റെ ടൈം സ്ലോട്ട് വന്നപ്പോൾ ഈശോ എനിക്കത് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ച് തന്നു വായിക്കുവാനായിട്ട്. അത് ഒരു മുടക്കം കൂടാതെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും മുൻപേ ജോയിൻ ചെയ്യാനും ഒക്കെ ഈശോ എന്നെ അനുവദിച്ചു. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത് ഉത്തമഗീതം എന്ന പുസ്തകം മുഴുവനും വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഉത്തമഗീതം 6:12 പറയുന്നുണ്ട്, ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിലിരുത്തി. നമ്മൾ പലപ്പോഴും ഈശോയെ ഒന്ന് ആരാധിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തനിയെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഭാവന ഈശോയെ രഥത്തിലേറിക്കൊണ്ട് ആ നാഥൻ്റെ അരികിൽ കൊണ്ടുപോയി ഇരുത്തുന്ന ആ വചനം, അത് നമ്മൾ വ്യക്തിപരമായിട്ട് ആരാധിക്കാനിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറയുന്ന വിടുന്ന ഒരു വചനമാണ്. പിന്നെ സഭയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയ പ്രകടനമാണ് ഉത്തമഗീതം. അപ്പോൾ ഈശോ ഇനിയും എനിക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കണം, സഭയെ സ്നേഹിക്കണം, ഈശോയോട് ചേർന്നിരിക്കണം എന്നുള്ള വലിയൊരു കൃപ, അതിനുള്ളൊരു ആഗ്രഹം ഈശോ എന്നിലേക്ക് ചൊരിഞ്ഞതിന് ഒത്തിരി നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഇതിൻ്റെ അഡ്മിൻസിന് ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ വചന വായനയിൽ അനേകം മക്കൾ കടന്നു വരുവാനും അനേകം മക്കൾ കൂടുതൽ വചനത്തിൻ്റെ ആഴത്തിലേക്ക് വരുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.